ഈ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വലിയൊരു സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഇവരെന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് വേറൊരു വലിയൊരു പ്രശ്നം നടക്കുകയും നമ്മൾ ഈ ഒരു പ്രശ്നത്തിനൊക്കെ മാറിയിട്ട് നമ്മുടെ ചർച്ച മൊത്തം അപ്പുറത്തെ പ്രശ്നത്തിലേക്ക് ചാടും. ഇതിന്റെ പേരാണ് ഡെഡ് കാറ്റ് സ്ട്രാറ്റജി എന്ന് കൊണ്ട് പറയുന്നത്. ഒരു ടേബിളിന് ചുറ്റും വന്നിട്ട് കുറച്ച് പേര് എന്നിട്ട് ഒരു ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു പേഴ്സൺ തോൽക്കാനായി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ആ ടേബിളിന്റെ സെന്ററിൽ വന്നിട്ട് ഒരു ചത്ത പൂച്ചയെ കൊണ്ടിട്ടു എന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ളവരുടെയും ചർച്ച എന്താന്ന് വെച്ചാൽ ആ പൂച്ച എങ്ങനെ ചത്തു, ആ പൂച്ച എങ്ങനെ വന്നു, അത് ആരെയും കൊന്നതാണോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് മരിച്ചതാണോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ചർച്ചകളും വരുന്നത്. ഇതേ സ്ട്രാറ്റജിയാണ് നമ്മൾ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, ഫിലിം ആക്ടേഴ്സ് ആയിക്കോട്ടെ, കുറെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഇവരൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണവും പ്രതാപവും പദവിയും ഈ മീഡിയ കൺട്രോളും ഒക്കെ ഉള്ളവർ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഡെത്ത് കാറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതുപോലെ പൊളിറ്റീഷ്യൻസോ ഇല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സോ ഒക്കെ വന്നിട്ട് ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന സമയത്ത് സഡൻലി വേറൊരു ഭാഗത്ത് ഇതിനേക്കാളും വലിയൊരു പ്രശ്നം അവിടെ രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് വെറും ചത്ത പൂച്ചകൾ മാത്രം. നിങ്ങൾക്ക് അറിയുന്ന ചത്ത പൂച്ചകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അറിയാത്ത ഏതെങ്കിലും ന്യൂസ് ഉണ്ടെന്ന് നോക്കണമല്ലോ. കീപ് യുവർ സ്മൈൽ, ഷെയർ യുവർ സ്മൈൽ, ഫോളോ ചെയ്യാൻ മറക്കണ്ട.